ദേശീയപാത 66-ലെ കുമ്പള ടോൾ പിരിവിനെതിരായ സംയുക്ത സമരസമിതിയുടെ സമരം 2ാം ദിവസത്തിലേക്ക്. രാവിലെ 9:30-ക്ക് MLA-യുടെ നേതൃത്വത്തിൽ പ്രദേശവാസികൾ ടോൾ ഗേറ്റ് പരിസരത്ത് പന്തൽ കെട്ടി സത്യഗ്രഹമിരിക്കും. ടോൾ ഗേറ്റുമായി ബന്ധപ്പെട്ട ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കെ ഇന്നലെ രാവിലെ മുതലാണ് ടോൾ ഗേറ്റ് പ്രവർത്തനം ആരംഭിച്ചത്. സാരംഗ് സുരേഷ് ഉണ്ട് വിശദാംശങ്ങൾ പങ്കുവയ്ക്കാനായി. സാരംഗ്, ഗുഡ് മോർണിംഗ്. സമരത്തിനുള്ള ഒരുക്കങ്ങളാണോ നടക്കുന്നത്? എപ്പോഴാണ് ഈ സത്യഗ്രഹ സമരം ആരംഭിക്കുക? ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെ സാരംഗ്? മോത്തി, വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ 9:30 കൂടിയാണ് MLA-യുടെ നേതൃത്വത്തിൽ സമരസമിതിയുടെ ഭാഗത്ത് നിന്ന് ഒരു സത്യാഗ്രഹ സമരം നടക്കുക. ഇന്നലെ ഇവിടെ പൂർണ്ണമായും ദേശീയപാത ഉപരോധത്തിലേക്ക് പോലും കാര്യങ്ങൾ മാറിയിരുന്നു. എന്നാൽ പിന്നീട് ആ സമരക്കാരെ പൂർണ്ണമായി അറസ്റ്റ് ചെയ്ത് നീക്കിക്കൊണ്ടാണ് ഇവിടെ NHAയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ടോൾ പിരിവ് ആരംഭിച്ചിരിക്കുന്നത്. നമ്മൾക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. അതിരാവിലെ തന്നെ വലിയ തോതിലുള്ള ഒരു തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. നേരത്തെ ഇന്നലെ SP കൃത്യമായി നൽകിയ നിർദ്ദേശം എന്നത് 5 വാഹനങ്ങളിലധികം ഒരു വരിയിലുണ്ടെങ്കിൽ പിന്നീട് ടോൾ പിരിക്കേണ്ടതില്ല എന്നുള്ള നിർദ്ദേശമൊക്കെ തന്നെ നൽകിയിരുന്നു. എന്നാൽ അതൊന്നും തന്നെ ഇപ്പോൾ പൂർണ്ണമായി പാലിക്കാൻ കഴിയുന്നില്ല എന്ന് തന്നെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായി കാണാൻ കഴിയുന്നു. അതുതന്നെയാണ് ഈ നാട്ടുകാരുടെ പ്രധാന ആശങ്കയും. കാരണം കേവലം 22 കിലോമീറ്റർ ദേശീയപാത അതോറിറ്റിയുടെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് 60 കിലോമീറ്റർ ചുറ്റളവിൽ മാത്രമാണ് 2 ടോൾ ബൂത്തുകൾ ഉണ്ടാവേണ്ടത്. ആ രീതിയിലാണെങ്കിൽ കേരള കർണാടക അതിർത്തിയായ തലപ്പാടിയിലാണ് ഒരു ടോൾ ബൂത്ത് ഉള്ളത്. ആ ടോൾ ബൂത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ചാലിങ്കാൽ എന്ന് പറയുന്ന പെരിയയ്ക്കടുത്തുള്ള മേഖലയിലാണ് അടുത്ത നിർദ്ദിഷ്ട ടോൾ ബൂത്തിനുള്ള സ്ഥലം കണ്ടെത്തിയതും. എന്നാൽ ഒന്നാമത്തെ റീച്ച് പരിപൂർണമായി ഗതാഗതത്തിന് തുറന്നു കൊടുത്തതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ രീതിയിൽ താൽക്കാലികമായി ഒരു ടോൾ ബൂത്ത് കുമ്പളയിൽ ആരംഭിക്കേണ്ടി വന്നത് എന്നതാണ് ദേശീയപാത അതോറിറ്റിയുടെ വാദം. എന്നാൽ വെറും 22 കിലോമീറ്റർ കാസർഗോഡ് നിന്ന് മംഗളൂരുവിലേക്ക് എന്താവശ്യത്തിന് പോകുന്ന അതെ, തീർച്ചയായും മോദി. കാരണം ഇത് സർവീസ് റോഡ് പോലും ഇല്ലാത്തൊരു മേഖലയാണ്. ബൈക്കുകൾക്കും ഓട്ടോറിക്ഷകൾക്കും പോലും ഈ രീതിയിൽ ദേശീയപാതയിലൂടെ തന്നെ കടന്നു പോകേണ്ട ഒരു അവസ്ഥയുള്ള ഒരു മേഖലയാണിത്. കാരണം തൊട്ടപ്പുറത്തൊരു പുഴയാണ്. അതിന്റെ പാലം കടന്ന് നേരെ ടോൾ ബൂത്തിലേക്കാണ് ആളുകൾ എത്തുന്നത്. അതുകൊണ്ട് തന്നെ ആ വാഹനങ്ങൾ പരിപൂർണമായും ടോൾ ഗേറ്റിനകത്തൂടെ മാത്രം വരുന്ന ഇപ്പോൾ ആളുകളുടെ ഭാഗത്തു നിന്നൊക്കെ തന്നെ പ്രതികരണങ്ങൾ വരുന്നുണ്ട്. ടാക്സി എല്ലാം കൊടുക്കുന്നുണ്ടല്ലോ, എന്തിനാ ടോൾ ഗേറ്റ് ആക്കുന്നത്? എല്ലാം പൈസ എടുക്കുന്നുണ്ട്. എല്ലാത്തിനും വേണ്ടി ചില വണ്ടി ഇറക്കുമ്പോൾ പൈസ, വണ്ടി പോകുമ്പോൾ പൈസ, റോഡ് ടാക്സ് എല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിനെന്തിനാ ടാക്സി? 2 ടാക്സി കൊടുക്കേണ്ടി വരും. അതേ മോത്തി, കാരണം മംഗളൂരുവിലേക്ക് ഏതാനും ചില കിലോമീറ്ററുകൾ വെറും 1 മണിക്കൂർ യാത്ര ചെയ്യാനായി 2 ടോൾ ബൂത്തുകൾ കടന്നു പോകേണ്ട അവസ്ഥയാണ്. കാരണം കാസർഗോഡ് ജില്ലയുടെ പല പ്രയാസങ്ങൾ നമ്മൾ പലതവണയായി പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ്. തൊഴിൽ സംബന്ധമായും വിദ്യാഭ്യാസ സംബന്ധമായും ആരോഗ്യ സംബന്ധമായും ഒക്കെ തന്നെ ഓരോ ദിവസവും മംഗളൂരുവിലേക്ക് പോകേണ്ടി വരുന്ന ഏറെ പ്രയാസപ്പെടുന്ന ഒരു ജനതയാണ് കാസർഗോഡ് ഉള്ളത്. അപ്പോൾ അവർ പരിപൂർണമായി ഈ രീതിയിൽ ഓരോ ടോൾ ബൂത്തുകൾ കടക്കുമ്പോഴും 85, 100, 120 രൂപ ഓരോ ടോൾ ബൂത്തുകളിൽ നൽകി പോകേണ്ട ഒരവസ്ഥയാണ്. അതുമാത്രമല്ല, ഏതാനും ചില കിലോമീറ്ററുകൾ യാത്ര ചെയ്യാൻ അതോടൊപ്പം തന്നെ സ്വകാര്യ ബസ് ഉടമകൾ ഇപ്പോൾ കടുത്ത തീരുമാനങ്ങളിലേക്ക് കടക്കുന്നു എന്നടക്കമുള്ള ചില വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. കാരണം കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ച് കാസർഗോഡ് നിന്ന് തലപ്പാടി, സംസ്ഥാന അതിർത്തിയായ തലപ്പാടി വരെ കൃത്യമായി ബസ്സുകൾ ഓടിക്കൊണ്ടിരുന്നതാണ്. എന്നാൽ ഒരു ദിവസം 2000 രൂപ പോലും നൽകി ഈ രീതിയിൽ സർവീസ് നടത്താൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കാസർഗോഡ് നിന്ന് കുമ്പള വരെ യാത്ര നടത്താനാണ് ഇപ്പോൾ ബസ് ഓണേഴ്സ് യൂണിയനുകളുടെയൊക്കെ തന്നെ തീരുമാനം. അതോടൊപ്പം തന്നെ നാട്ടുകാർ വലിയ പ്രതിഷേധത്തിലാണ്. കാരണം അവർ പറയുന്നത് ഏതാനും ചെറിയ കിലോമീറ്ററുകൾ മാത്രം താണ്ടി സ്കൂളുകളിലേക്കും കോളേജുകളിലേക്കും പോകേണ്ട ആളുകൾ പോലും ഈ രീതിയിൽ വലിയ തോതിലുള്ള ഒരു ടാക്സ് നൽകേണ്ടത് എന്ത് കാര്യത്തിനാണ് എന്നാണ് ചോദിക്കുന്നത്. മാത്രമല്ല, അവർ പറയുന്ന ഏറ്റവും പ്രധാനമായ ഒരു നിരവധി ചോദ്യങ്ങളുണ്ട്. പലതരത്തിലും നികുതി അടയ്ക്കുന്നുണ്ട്. വാഹനം വാങ്ങുമ്പോൾ, വാഹനം നിരത്തിലൂടെ ഓടിക്കുമ്പോൾ, പിന്നീട് മറ്റ് പല കാര്യങ്ങളിലും റോഡ് നിർമ്മാണത്തിൻ്റെ സമയത്ത് ഇതെല്ലാം ഉണ്ട്. നികുതി എല്ലാ മേഖലയിൽ നിന്നും നികുതി പിരിക്കുന്നുണ്ട്. പക്ഷേ വീണ്ടും ഇനി വാഹനം നിരത്തിലൂടെ ഓടുന്ന എല്ലാ കാലത്തും എന്തിനാണ് ഈ ടോൾ പിരിവ് എന്നതാണ് ഇവർ ചോദിക്കുന്ന ഒരു ചോദ്യം. സത്യാഗ്രഹം ആരംഭിക്കുകയാണ്. അവിടെ ചെറിയ തോതിൽ ഗതാഗത കുരുക്കും അനുഭവപ്പെടുന്നുണ്ട്. സാരംഗ് സുരേഷാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. നല്ല ദിവസം ആശംസിക്കുന്ന സാരംഗിനും ഗതാഗത കുരുക്കിൽപ്പെടാതെ എല്ലാവർക്കും പോകാൻ കഴിയട്ടെ എന്നുകൂടി യാത്രക്കാരെയും ആശംസിക്കുകയാണ്.